ഞങ്ങളുടെ അതിരൂപത എമരിത്തൂസ് ബിഷപ്പ് സൂസപ്പാക്യം പിതാവുമായിട്ട് കുറേ അധികം സമയം ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിതാവ് ഇപ്പോൾ പ്രീസ്റ്റ് ഹോമിലാണ്. ഇപ്പോൾ പിതാവിൻ്റെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു അഡറേഷൻ ചാപ്പലുണ്ട്. പിതാവ് എല്ലാ ദിവസവും കുറേ മണിക്കൂർ അവിടെ പോയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ പ്രീസ്റ്റ് ഹോമിനടുത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഒത്തിരി പേര് ആരാധന ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. ഒരാൾ പിതാവിനെ കണ്ട ഉടനെ ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് നാളെ സർജറിയാണ്, പ്രാർത്ഥിക്കണം. അപ്പോൾ പിതാവ് പേരൊക്കെ ചോദിച്ചു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, പോയി. കുറേ നാൾ കഴിഞ്ഞു വീണ്ടും അയാൾ പിതാവിനെ തേടി വന്നു. പിതാവിനെ തേടി വന്നിട്ട് അതേ അഡറേഷൻ ചാപ്പൽ അതേ സ്ഥലത്ത് പിതാവ് പ്രാർത്ഥിച്ചിട്ടുണ്ടപ്പോൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സർജറി കഴിഞ്ഞു, ഞാൻ ഓക്കെയാണ്. പിതാവ് പറഞ്ഞു, കൊള്ളാം, സന്തോഷം. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്കെല്ലാം ശരിയായി, പക്ഷേ കൈയുടെ വേദന മാറിയിട്ടില്ല, അത് മാറുന്നുമില്ല, എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. ഡോക്ടർ മാറുമെന്ന് പറയുന്നു, പക്ഷേ മാറുന്നില്ല. അതുമാത്രം പിതാവ് പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാനതിന് നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടല്ലല്ലോ പ്രാർത്ഥിച്ചത്, ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിച്ചത്. ഇത് പറയുമ്പോൾ പിതാവിൻ്റെ കൃത്യമായ ബോധ്യം അവിടെ വെളിപ്പെടുന്നുണ്ട്. പിതാവിൻ്റെ ബോധ്യം എന്ന് പറയുന്നതിനേക്കാളും ഒരു ക്രിസ്തുശിഷ്യൻ്റെ ബോധ്യം കൃത്യമായി അവിടെ വെളിപ്പെടുന്നുണ്ട്. ഇത് ഗോസ്പൽ യേശു പറയുന്നത്, ആരെങ്കിലുമൊക്കെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുരിശ് വഹിച്ചിട്ട് എൻ്റെ പിന്നാലെ വരണം. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് കുരിശുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഈ കുരിശുമായിട്ടേ അവൻ്റെ പിന്നാലെ പോകാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ കുരിശുകൾ ജീവിതത്തിൽ വരുമ്പോൾ മാറിപ്പോകണം എന്ന് പറയുന്നതല്ല ക്രിസ്തുശിഷ്യൻ്റെ ജീവിതം. അത് കൂടെ ഉണ്ടാകുമ്പോൾ അതും ചുമക്കാനുള്ള ശക്തി തരണമേ എന്നുള്ളതാണ് ഒരു ക്രിസ്തുശിഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരു ക്രിസ്തുശിഷ്യൻ്റെ ജീവിതത്തിലെ മറുകാണ് കുരിശ്. ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് കുരിശ്. ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളൊരു ഗെത്സമനി അനുഭവത്തിലൂടെ കടന്നു പോകും. അതിലും വളരെ കൃത്യമായിട്ട് പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ നിങ്ങൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജീവിതത്തിൽ വളരെയേറെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും. ഒരു കാൽവരി യാത്ര അത് സ്വാഭാവികമായി അനുഭവിക്കേണ്ടി വരും. അവസാനം ഒരു കുരിശുമരണം അത് നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു കുരിശുമായി ബന്ധപ്പെട്ടൊരു യാത്ര തീർച്ചയായിട്ടും ഏതൊരു ക്രിസ്ത്യൻ്റെ ജീവിതത്തിൽ മറുകായിട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നതല്ല ക്രിസ്ത്യൻ്റെ ജീവിതം. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിലുണ്ടെന്ന എല്ലാ കണ്ണീരുകളെയും ബുദ്ധിമുട്ടുകളെയും വേദനകളെയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഇതും ചുമക്കാനുള്ള ശക്തി വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യൻ. ഓർക്കണം, കുരിശിൻ്റെ ഒരു വശത്ത് മാത്രമേ ക്രിസ്തു നിലവിളിച്ച് വേദനയോടുകൂടി മരിച്ചിട്ടുള്ളൂ. മറുവശം ഇപ്പോഴും കാത്തിരിപ്പുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. ആ ഒരിടം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്നൊരു ബോധത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. അവൻ്റെ ഹിതം നിറവേറട്ടെ എന്നൊരു പ്രാർത്ഥനയ്ക്കൊടുവിൽ ഒരു ക്രിസ്ത്യനും അവിടെ നിന്ന് കുടഞ്ഞു മാറാൻ കഴിയില്ല എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടാകുന്നുണ്ടല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.